Okay, so നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന problem design of a longitudinal reinforcement in a rectangular reinforced concrete column of size 300 into 600 subjected to a factored load of 1400 kilonewton and factored moment of 280 kilonewton meter with respect to the major axis. Okay, so with respect to the major axis എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Major axis എന്ന് പറഞ്ഞാൽ that is x axis ആണ്. Okay, അപ്പൊ ഈ x axisനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ എക്സെൻട്രിക് ലോഡിങ്ങിന്റെ ഫസ്റ്റ് കേസ് ആണ് അത് വരുന്നത്. ഓക്കെ, എക്സെൻട്രിക് ലോഡിങ്ങിന്റെ ഫസ്റ്റ് കേസ് ആയിരിക്കും അത് വരുന്നത്. അപ്പം ലോഡ്സ് ഒക്കെ മാർക്ക് ചെയ്യുക, ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുക. ആൻഡ് ഫസ്റ്റ് ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡിസൈൻ ദ മെയിൻ റീൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഡിസൈൻ ദ മെയിൻ റീൻഫോഴ്സ്മെന്റ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം നമുക്ക് ഡി ഡാഷ് ബൈ ഡി എന്നുള്ളതിന്റെ റേഷ്യോ നമുക്ക് എടുക്കണം. ഓക്കെ, വി നീഡ് ടു ടേക്ക് ദ റേഷ്യോ ഓഫ് ഡി ഡാഷ് ബൈ ഡി. സോ ഡി ഡാഷ് ഈസ് ആക്ച്വലി കവർ. Okay, cover that you are providing to a column, so that is assumed as 60 mm. Okay, d dash 60 mm ആക്കി എടുക്കുക. ഡയമീറ്റർ നമ്മുടെ കോളത്തിന്റെ കോൺക്രീറ്റ് കോളത്തിന്റെ ഡെപ്ത് എത്ര വരുന്നത്, 600. See, this is 600. Okay, so that is 600. So d dash by d we got it as 0.1. Okay, ഇനി ഈ റേഷ്യോനെ ബേസ് ചെയ്തിട്ട് you have to find out your chart from the SP16. ഇപ്പൊ SP16 ചാർട്ട് എടുക്കുക. Okay, so this is SP16. അപ്പോൾ ചാർട്ട് എടുക്കേണ്ട വിധം ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതിപ്പോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ചാർട്ട് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഒരുപാട്, ഇതാണ് ആക്ച്വലി കംപ്രഷന്റെ ചാർട്ടാണ്. കംപ്രഷൻ വിത്ത് ബെൻഡിങ്ങിന്റെ ചാർട്ടാണിത്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ചാർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ഏത് ചാർട്ടാണ് നമ്മുടെ കേസിന് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 3 ഫാക്ടേഴ്സ്, 3 കാര്യം വെച്ചിട്ടാണ് നമ്മൾ ചാർട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റേഷ്യോ, ഡി ഡാഷ് ബൈ ഡി എന്നുള്ള റേഷ്യോ. പിന്നെ നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ FI ഏതാണ് ഉപയോഗിക്കുന്നത് അത് നോക്കാം. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 2 സൈഡ്സ്, രണ്ട് സൈഡിലും ഒരേപോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് സൈഡിലും. ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേറൊരു കേസ് നോക്കിയാൽ കാണാം, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്, 4 സൈഡിലും ഒരേപോലെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻ നമുക്ക് എയ്തർ യു ക്യാൻ പ്രൊവൈഡ് റീഇൻഫോഴ്സ്മെന്റ് ഓൺ ബോത്ത് സൈഡ് ഈക്വലി. ഓക്കെ, രണ്ട് സൈഡിലും ഒരേപോലെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സൈഡിലും ഒരേപോലെ കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ആസ് എ ഡിസൈനർ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തം ഡിസൈഡ് ചെയ്തെടുക്കാം. 4 സൈഡിൽ കൊടുക്കണോ 2 സൈഡിൽ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ്. ഓക്കെ, സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ ഈ കേസിൽ എടുക്കുന്നത് 4 സൈഡിലും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസാണ്. കാരണം എന്ന് വെച്ചാൽ അത് എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡിംഗ് ആണ്. ഓക്കെ, എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡിംഗ് ആണ്. അത് കറക്റ്റ് CG അല്ല ലോഡ് പാസ് ചെയ്തത്. ഓക്കെ, ലോഡ് ഈസ് CGയിൽ നിന്നും മാറി കുറച്ച് മാറിയിട്ടാണ് ലോഡ് പാസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബെൻഡിങ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വി ആർ പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെന്റ് ഓൺ ദ 4 സൈഡ്സ്. ഓക്കെ, നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഈക്വൽ ഓൺ 4 സൈഡ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ ഫിക്സ് ചെയ്ത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ബേസ്ഡ് ഓൺ ദ ഗ്രേഡ് ആൻഡ് ബേസ്ഡ് ഓൺ ദ റേഷ്യോ. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചാർട്ടാ, ഇത് FI 250 ചാർട്ടാ. അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ എത്രയാ, FI 415 ആണ്. ഓക്കെ, സോ എവിടെയാണ് FI 415? അതൊക്കെ FI 215 ആണ്. ഓക്കെ, സോ അപ്പൊ ഈ ചാർട്ട് അവർ കൊടുത്തിരിക്കുന്നത് ആദ്യം FI 215 ആയിരിക്കും ഫുൾ ചാർട്ട് കൊടുക്കും, അതിനുശേഷം FI 415 കൊടുക്കും, അതിനുശേഷം FI 500 കൊടുക്കും, പിന്നെ വീണ്ടും FI 250, 415, 500, അതിങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്തത്. ഓക്കെ, സോ നമുക്ക് FI ഇതൊക്കെ 250 ആണ്. അപ്പൊ 250 തീരട്ടെ, 250 തീർന്നിട്ട് ഇവിടെ FI 415 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, FI 415 ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം, FI 415 ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വൽ ഓൺ 4 സൈഡ്സ്, അത് ഓക്കെ നമുക്ക് ചെയ്യാം. റെക്ടാങ്കിൾ, പിന്നെ വേറെ നോക്കുന്നത് റെക്ടാങ്കുലർ കോളാണെന്ന് കൂടെ നോക്കണം, ബിക്കോസ് സർക്കുലർ കോളത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സർക്കുലർ കോളത്തിന് വേറെ സെപ്പറേറ്റ് ചാർട്ട് ഉണ്ട്. നമ്മളിവിടെ നമ്മുടെ കേസ് ഈസ് റെക്ടാങ്കുലർ. ഓക്കെ, റെക്ടാങ്കുലർ ആണ്, സർക്കുലർ അല്ല. ഓക്കെ, പിന്നെ ഡി ഡാഷ് ബൈ ഡി നമ്മുടെ റേഷ്യോ എത്ര വന്നത്, ദാറ്റ് ഈസ് 0.05 അല്ല, പോയി, അവർ റേഷ്യോ ഇസ് 0.1. അടുത്ത ചാർട്ട് എടുക്കാം. ചാർട്ട് 44, FI 415 ഓക്കെ, റെക്ടാങ്കുലർ ഓക്കെ,
പിന്നെ റീൻഫോഴ്സ്മെന്റ് ഈക്വൽ ഓൺ ബോത്ത് ഫോർ സൈഡ്സ് ഓക്കെ. പിന്നെ ഇതാ ഡി ഡാഷ് ബൈ ഡി ഈക്വൽ ടു 0.1 ഓക്കെ. ഓക്കെ അല്ലേ ഈ ചാർട്ട്? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവരും. ചാർട്ട് 44 SP16 ഡൗൺലോഡ് ചെയ്യാം. ചാർട്ട് 44 എടുക്കുക എല്ലാവരും. ചാർട്ട് 44 പേജ് നമ്പർ അറൌണ്ട് ഒരു 152 വരും. 152 153 ആ റേഞ്ചിൽ വരും നിങ്ങൾക്ക് പേജ് നമ്പർ. ഓക്കെ, പേജ് നമ്പർ 152 ആയിരിക്കും വരിക. SP16-നകത്താണെങ്കിൽ പേജ് നമ്പർ ഇസ് 129. ഓക്കെ, SP16-ലാണെങ്കിൽ പേജ് നമ്പർ 129. SP16-ന്റെ നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 129 ആയിരിക്കും പേജ് നമ്പർ. അല്ലാതെ നെറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പേജ് നമ്പർ 152 അടിക്കണം. കാരണം ഫ്രണ്ടിൽ കുറെ പേജ് കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവരും ചാർട്ട് 44 ഓക്കെ ആണോ, നമ്മുടെ കണ്ടീഷൻസ് ഓക്കെ ആണോ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേ വേഗം. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നമ്പർ 44. ഓക്കെ, സോ നമ്മൾ ഫിക്സ് ചെയ്തു. ദാറ്റ് ഇസ് അവർ ചാർട്ട് ഇസ് ചാർട്ട് നമ്പർ 44. ഇനി എടുക്കൂ. ഓക്കെ, സോ ചാർട്ട് നമ്പർ 44. ഓക്കെ, സോ ചാർട്ട് നമ്പർ 44 നമുക്ക് കുറച്ച് വാല്യൂസ് എടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ നോക്ക്, ചാർട്ട് 44 എങ്ങനെ ചാർട്ടിന് എക്സ് ആക്സിസിൽ MU ഡിവൈഡഡ് ബൈ FCK BD സ്ക്വയറും y ആക്സിസിൽ PU ദാറ്റ് ഈസ് ആക്സിയൽ ലോഡ് ഓക്കെ ഡിവൈഡഡ് ബൈ FCK BD സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്ത് ഇത് എക്സ് ആക്സിസിൽ മൊമെന്റും y ആക്സിസിൽ എന്താണ് ആക്സിയൽ ഫോഴ്സിന്റെ ഒരു ഫാക്ടറാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ P/FCK എന്നൊരു റേഷ്യോ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. P/FCK. ഓക്കെ, P/FCK എന്നുള്ള റേഷ്യോ നമുക്ക് എടുക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് MU ഡിവൈഡഡ് ബൈ FCK BD സ്ക്വയർ എത്രയാണെന്നും PU ഡിവൈഡഡ് ബൈ FCK BD എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ചാർട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, തെറ്റിക്കരുത്. സോ ഫ്രം ദിസ് ചാർട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ വി ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഓഫ് P/FCK. ഈ P/FCK എന്നുള്ള വാല്യൂ നമുക്ക് എടുക്കണം. ഓക്കെ, സോ P/FCK എന്നുള്ള വാല്യൂ P/FCK എന്നുള്ള വാല്യൂ എങ്ങനെ എടുക്കുക? അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ PU/FCK BD കണ്ടുപിടിക്കണം. MU ഡിവൈഡഡ് ബൈ FCK BD സ്ക്വയർ കണ്ടുപിടിക്കണം. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ വെച്ചിട്ടാണ് യു ഹാവ് ടു ഡിറൈവ് വാല്യൂ ഫോർ ദിസ് P/FCK. അപ്പൊ എല്ലാവരും ആദ്യം ഈ രണ്ട് വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇത് PU ഡിവൈഡഡ് ബൈ FCK B into D is equal to PU എന്ന് പറയുമ്പോൾ എത്ര ആക്സിയൽ ഫോഴ്സ് ദാറ്റ് ഇസ് 1400 into 10⁻³ കിലോ ന്യൂട്ടൺ ആണ്. ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടി 10⁻³ ഡിവൈഡഡ് ബൈ FCK B into D. FCK എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? FCK എന്ന് പറഞ്ഞാൽ 20 M20 ഗ്രേഡ് ആണ് എടുത്തിട്ടുള്ളത്. സോ 20 into B into D. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 into 600. സി 300 into 600 is given in the question. So this is B and this is D. Okay, so B into D തന്നിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ you will get around 0.389 കിട്ടും. അതേപോലെ തന്നെ MU ഡിവൈഡഡ് ബൈ FCK BD സ്ക്വയർ ആണ്. Okay, so that is BD സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എത്ര ആൻസർ വരുന്ന 0.129 വരുന്നുണ്ടെന്ന് പെട്ടെന്ന് നോക്കി പറയോ?
0.12 കിട്ടിയില്ലേ? ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ബി ഡി സ്ക്വയർ ആണ് വരുന്നത്. എഫ് സി കെ ബി ഡി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ അതെല്ലാവരും മാറ്റണേ. സോ വി ഗോട്ട് ടു റേഷ്യോസ് റൈറ്റ്. പി യു ബൈ എഫ് സി കെ ഇസ് ഈക്വൽ ടു 0.389 കിട്ടും. 0.129 mu divided by എഫ് സി കെ ബി ഡി സ്ക്വയർ, ദാറ്റ് ഇസ് അറൌണ്ട് 0.13. ദാറ്റ് ഇസ് 0.129. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അത് 0.1 P by FCK values. Okay, ഇതിന് രണ്ടിനെ ബേസ് ചെയ്തിട്ട് you have to take P by FCK values. Okay, so വീണ്ടും നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ചാർട്ടിലേക്ക് പോവാം. SP16 പേജ് നമ്പർ 129. നമ്മുടെ ചാർട്ടിൽ എടുക്കുക. അപ്പൊ ഈ ചാർട്ടിനകത്ത് നമുക്ക് കിട്ടിയ വാല്യൂ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ PU by FCK എത്രയായിരുന്നു നിങ്ങൾക്ക് വന്നത്? PU by FCK is 0.389. So 0.389, 0.13. PU makes it 0.389. So that is approximately around 0.4 വരും. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും. ഓക്കെ, 0.389 PU by FCK ന്റെ വാല്യൂ. പിന്നെ MU ഡിവൈഡഡ് ബൈ FCK VD സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.13 വന്നിട്ടുള്ളത്. ഓക്കെ, 0.129. സോ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെ ലൈൻ വരക്കുക. ഓക്കെ, ഇങ്ങനെ ലൈൻ വരച്ചിട്ട് 0.13. ഇപ്പോൾ എവിടെ വരിക? So this is 0.15. ഇവിടെ ആയിരിക്കും 0.15 വരുന്നത്. ഓക്കെ, ഇതാണ് 0.15 എന്നുള്ള പോയിന്റ്. സോ ഇതിന്റെ ഈ ഭാഗത്തേക്കായിരിക്കും വരിക. ഇതിങ്ങനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്തായിരിക്കും വരിക. ജസ്റ്റ് നോക്കിയാൽ എല്ലാവരും എത്ര P by FCK അറൗണ്ട് 0.11 ആ റേഞ്ചിൽ കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കിയാൽ എല്ലാവരും?
സോറി. അപ്പം നേരത്തെ നിങ്ങൾ ഇന്റർപോളേഷൻ ഇതുപോലെ ഇന്റർപോളേഷൻ എടുക്കുക. അത് 0.389 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 0.13 എന്ന് പറയും. ഇപ്പം ദിസ് ഈസ് 0.15. ഇതായിരിക്കും 0.15. ഈ പോയിന്റ് ആണ് 0.15. സോ ഇപ്പുറത്തേക്ക് ഏകദേശം 0.13. ഞാൻ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ വാല്യൂസ്. സോ ദാറ്റ് വിൽ ബി അറൌണ്ട് ഇങ്ങനെ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അറൌണ്ട് 0.11. ഓക്കെ. സോ ദിസ് ഈസ് 0.10, ദിസ് ഈസ് 0.12, 0.14 അങ്ങനെ പോകുന്ന. ഓക്കെ. സോ 0.11 ഏകദേശം ഈ 0.11 എന്നുള്ള ചാർട്ട് ഇവിടെ വരും. ഈ ഒരു ചാർട്ട് ആയിരിക്കും നിങ്ങളുടെ വരുത്താൻ പോകുന്നത്. ഓക്കെ. ദിസ് വിൽ ബി യുവർ ചാർട്ട്. ഓക്കെ. സോ ദാറ്റ് വാല്യൂ വിൽ ബി അറൌണ്ട് 0.11. ഓക്കെ. സോ പി ബൈ എഫ് സി കെ ഇസ് ഈക്വൽ ടു 0.11 കിട്ടി. ഇനി അതിന് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പി. So P is equal to 0.11 into FCK, that is 0.11 into FCK എന്ന് പറയുമ്പോൾ 20, that is 2.2. So what is P actually? എന്താണ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? What you mean with P? കഴിഞ്ഞ നമ്മൾ സെമസ്റ്ററിൽ ചെയ്താണ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോറി, എന്താണ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? P is percentage of reinforcement ratio. Okay, P is percentage of കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ചെയ്താണ് P. കോളത്തിന്റെ ലാസ്റ്റ് പൊസിഷനിലൊക്കെ നമ്മൾ ചെയ്തതാണ്. അത് ഒന്ന് പിച്ചാണ്, അത് കുറച്ച് വലിയ P ആണ്. ബട്ട് ദിസ് P is percentage of reinforcement ratio. IS 456 ഉണ്ട്. Okay, so this is percentage of reinforcement ratio, that is 2.2. Okay, so ഈ percentage of reinforcement ratio വെച്ചിട്ട് you have to find out the AST, area of steel. Okay, അപ്പൊ area of steel ഇതിന്റെ ഇക്വേഷനും നമുക്ക് IS കോഡിൽ തന്നിട്ടുണ്ട്. IS കോഡിലല്ല, SP16 തന്നിട്ടുണ്ട്. You can see here. നോക്കൂ, the AST, area of steel is equal to PBD divided by 100. You can see here. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. AST is equal to PBD divided by 100. Okay, area of steel is equal to P എന്ന് പറഞ്ഞ reinforcement ratio, B into D divided by 100. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AST is equal to P is equal to reinforcement ratio നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2.2, B is equal to 300, D is equal to 600 divided by 100. So you will get around 3960 mm square. നോക്കിയേ, കിട്ടുന്നില്ല നോക്കിയേ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ ഇത് കിട്ടി നമുക്ക്. ഓക്കെ, വി ഗോട്ട് ദ ഏരിയ ഓഫ് സ്റ്റീൽ. അടുത്ത പരിപാടി എന്താ? നമുക്ക് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാർസ് എത്ര നമുക്ക് കണ്ടുപിടിക്കണം. കഴിഞ്ഞ സെമ്മിൽ ചെയ്ത അതേപോലെ തന്നെ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാർസ്. ഓക്കെ, സോ നമ്പർ ഓഫ് ബാർസ് നമുക്ക് SP16 എടുക്കാവുന്നതാണ്. ടേബിൾ 95 ഉണ്ട്. സോ ദാറ്റ് ഈസ് നമ്മൾ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? നമുക്ക് 4 സൈഡിലായിട്ടും കൊടുക്കണം. ഓക്കെ, ഒരു കോളത്തിന്റെ 4 സൈഡിലേക്കായിട്ട് നമുക്ക് കൊടുക്കണം. ഓക്കെ,
ഓക്കെ. സോ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്, നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിച്ചത്. ഓക്കെ. സോ SP16 വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ബൈ യൂസിങ് SP16 പേജ് നമ്പർ 229. ഓക്കെ, പേജ് നമ്പർ 229, ടേബിൾ 95. ഓക്കെ, പേജ് നമ്പർ 225, പേജ് നമ്പർ ടേബിൾ 95 വെച്ചിട്ട്. ഓക്കെ, നോക്കൂ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ. സോ IS കോഡ് പേജ് നമ്പർ 229, ടേബിൾ 95. IS കോഡ് അല്ല, SP16 വെച്ചിട്ട്. സോ യു ക്യാൻ സീ ഹിയർ, ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, സൈഡിൽ നമ്പർ ഓഫ് ബാർസ് ഒരു സൈഡിൽ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബാർ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, ബാർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിൾ ഈസ് ആക്ച്വലി അബൌട്ട് ദ ഏരിയ ഓഫ് ദ ഗിവൺ ബാർസ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് കാണുന്നില്ല, ഈ വാല്യൂസ് ഇത് ഫുള്ള് ഏരിയ ഓഫ് ദ ബാർസ് ആണ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഏരിയ ഓഫ് ദ ബാർസ് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് യു ഗോട്ട് ദിസ് വാല്യൂ റൈറ്റ്, 3960 mm സ്ക്വയറിനെ യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു 39.60 സെന്റിമീറ്റർ സ്ക്വയറിൽ. ഓക്കെ, സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് അറൌണ്ട് 39.60 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി ഈ 39.60 സെന്റിമീറ്റർ സ്ക്വയർ എന്നെ വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ബാർസും ഡയമീറ്റർ ഓഫ് ബാർസും കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, സോ വിൽ സി എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ 4 സൈഡിലും കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു കോളത്തിന്റെ 4 സൈഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. 4 എന്ന് പറയുമ്പോൾ എത്ര, 8 ബാർസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ വി ആർ പ്രൊവൈഡിങ് 8 ബാർസ്. ഓക്കെ, സോ നമുക്ക് ഏകദേശം നോക്കാം. നമ്പർ ഓഫ് ബാർസ്, നമ്മുടെ ഡയമീറ്റർ ഏകദേശം നമുക്ക് 20ക്ക് മുകളിലേക്ക് എടുത്താൽ മതി. 18 പോലെ എഴുതിക്കുക, 18, 22. കാരണം നമ്മൾ യൂണിയാക്സിയൽ ബെൻഡിങ് ആണ്, കുറച്ച് ലോഡ് കുറച്ച് കൂടുതലാണ്. കുറച്ച് വലിയ ബാർ തന്നെ കൊടുത്താൽ മാത്രമേ അത് അവിടെ നിൽക്കുള്ളൂ. ഓക്കെ, സോ 18ന്റെ മുകളിലേക്ക് എന്തായാലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു ഇതിൽ നമ്മൾ 20 സ്റ്റാർട്ട് ചെയ്യാം. 20, 22, 25, 28, 32, 36 ഇതാണ് ഡയമീറ്റർ ഓഫ് ബാർസ്. നമുക്ക് നോക്കാം, ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം 39.60 വരെ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ 20 mm എടുത്തു കഴിഞ്ഞാൽ 15.7 എന്ന് പറയുമ്പോൾ 5 അത് നമുക്ക് വേണ്ട. നമുക്ക് എന്താ വേണ്ട, 5 കൊടുത്താൽ നമുക്ക് ശരിയല്ല. നമുക്ക് 4 സൈഡിലും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈവൻ നമ്പർ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ 21 ഡയമീറ്റർ ബാർ എടുത്തു കഴിഞ്ഞാൽ 12.56. ഓക്കെ, 4 ഇഫ് യു ആർ പ്രൊവൈഡിങ് നമ്പർ ഓഫ് ബാർസ് ആസ് 4 എടുത്തു കഴിഞ്ഞാൽ 12.56 സെന്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഇവിടെ നോക്ക്, നമ്മൾ ആദ്യം 21 ഡയമീറ്റർ സ്റ്റാർട്ട് ചെയ്യും. 21 ഡയമീറ്ററിൽ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഒരു 4 ഇവിടെയാണ് നമ്പർ ഓഫ് ബാർസ് സൈഡിലുണ്ട്. അപ്പൊ 4 നമ്പർ ഓഫ് ബാർസ് കൊടുക്കുകയാണെങ്കിൽ 20 mm എത്ര വരും, ഏരിയ വിൽ ബി അറൌണ്ട് 12.56. ഓക്കെ, അപ്പൊ 12.56. പിന്നെ 20 mm മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരേ ഒരു കോളത്തിൽ തന്നെ 2 ഡയമീറ്റർ കൊടുക്കാം. ഒരേപോലെ ഡയമീറ്റർ കൊടുക്കാൻ നിർബന്ധമല്ല, കുറച്ച് അടുത്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, സോ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് 22 എടുക്കാം. അപ്പൊ 22 ഒരു 4 കൊടുക്കുകയാണെങ്കിൽ എത്ര വരും, 15.20 വരും. ഓക്കെ, 15.20 വരും. സോ ദാറ്റ് ഈസ് 12.56 പ്ലസ് 15.20. അപ്പൊ എത്ര വരുന്നത്, 12.56 പ്ലസ് 15.20 എന്ന് പറയുമ്പോൾ 27.76 സെന്റിമീറ്റർ സ്ക്വയർ ആവുന്നുള്ളൂ അല്ലെ, പോരാ. നമുക്ക് 39 വരെ കൊടുക്കാം. ഓക്കെ, വി ക്യാൻ പ്രൊവൈഡ് അപ് ടു 39 mm സ്ക്വയർ, സോറി സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കത് വേണ്ട, അത് കുറവാണ്. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോവാം. 20, 22 വേണ്ട, നമുക്ക് 22, അടുത്ത് 25 ഉണ്ട്, 28 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഓൾട്ടർനേറ്റീവ് നമുക്ക് ഓപ്ഷൻ പോയി നോക്കാം. 22, 25 കൊടുത്തു നോക്കാം. ഓക്കെ, ഷാൽ വി ഗെറ്റ് 22 and 25? 22, 25 നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സോ 25 നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എത്ര വരുന്നത്, 4 is 15.20. ഓക്കെ, ഒരു സെക്കൻഡ്, ഇവിടെ ഹൈലൈറ്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ പോയിന്റ്? ജസ്റ്റ് ഹൈലൈറ്റർ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ,
ഇപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആണെന്ന് തോന്നി എനിക്ക്. അപ്പൊ ആദ്യം നമ്മൾ എവിടെ വെച്ചിട്ട് ട്രൈ ചെയ്തു? നമ്മൾ 20-22 വെച്ച് നമ്മൾ ട്രൈ ചെയ്തു, നമുക്കത് ശരിയായിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് 22-25 വെച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, സോ 22 ഡയമീറ്റർ ബാർ നമ്മൾ 4 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 4 നമ്മൾ കൊടുക്കുക, 4 നമ്പർ ഓഫ് ബാർസ്. ഓക്കെ, 4 നമ്പർ ഓഫ് ബാർസ് 22 ഡയമീറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ഏരിയ വിൽ ബി 4 ഏരിയ എന്ന് പറഞ്ഞ എത്രയാ? 22 ഡയമീറ്റർ ബാർസിന്റെ 4 ഏരിയ 15.2 സെന്റിമീറ്റർ സ്ക്വയർ. 25 അതേപോലെ 4 കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 19.63. 4 25 ഡയമീറ്റർ സ്ക്വയർ 25 ഡയ ബാർസിന്റെ 4 ഏരിയ എന്ന് പറയുമ്പോൾ 19.63. ഓക്കെ, സോ 15.2 പ്ലസ് 19.63 എത്ര വരുന്നത്? 19.63 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി അറൌണ്ട് 34.83. അത്ര വരുന്നുള്ളൂ. 34.83 mm² വരുന്നുള്ളൂ. എഗെയിൻ നമ്മൾ കുറച്ച് പുറകോട്ടായി അല്ലേ? 34 വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 39 കുറഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഏകദേശം 39 റേഞ്ചിൽ കിട്ടണം. ഓക്കെ, 39 റേഞ്ചിൽ ഏകദേശം നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ, പിന്നെ നമുക്കൊരു കാര്യം, നമുക്ക് 22 mm ഡയമീറ്ററും ഈ 28 കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 22 mm ഡയമീറ്ററും 28 mm ഡയമീറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 22 mm എത്ര വരുന്നത്? 4 22 mm ഡയമീറ്റർ 4 പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ 15.2. 28 mm ഡയമീറ്റർ ഉള്ള ബാർസ് 4 പ്രൊവൈഡ് ചെയ്യുന്നാൽ ഏരിയ വിൽ ബി 24.63. ഓക്കെ, സോ ദാറ്റ് ഈസ് 15. So how much you are getting? 15.2 plus 24.63. 24.63 കൊടുത്തു കഴിഞ്ഞാൽ 39.83 കറക്റ്റ് കിട്ടി. നോക്കൂ അല്ലേ? 15 അത് 22 mm ഡയമീറ്റർ 4 28 mm ഡയമീറ്റർ 4 കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ ഏരിയ ദാറ്റ് ഈസ് അറൌണ്ട് 39.83. അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഏരിയ. നമുക്കിവിടെ എത്ര വേണ്ടത്? ഏകദേശം 39 അറൌണ്ട് നമുക്ക് കിട്ടണം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ആർ യൂസിങ് SP16 ചാർട്ട്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ചാർട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് രീതി ചെയ്യാം. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏകദേശം ഈ വാല്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് നോക്കാം. 39 15 പ്ലസ് 24 ഏകദേശം 30ക്ക് മുകളിലായിരിക്കും വരുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് 40 ആണ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഏകദേശം 24.63 പ്ലസ് അടുത്ത 40 എവിടെ വരും, അങ്ങനെ നോക്കി നോക്കി ജസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻസ് വെച്ചാൽ അതുപോലെ കണ്ടുപിടിക്കാം. എയ്തർ യു ക്യാൻ ഫോളോ ദിസ് ചാർട്ട് ഓർ നമ്മൾ കഴിഞ്ഞ സമയത്ത് ചെയ്ത അതേപോലെ തന്നെ നമ്പർ ഓഫ് ബാർസിന്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ് ഈസ് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഈ ചാർട്ട് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, സോ SP16 പേജ് നമ്പർ 229 table 95 we got the diameter of the bars as 22 mm and 28 mm. മൊത്തം നമ്പർ ഓഫ് ബാർസ് എത്രയായിരുന്നത്? 8. 4 22, 4 28. So totally you are getting 8 number of bars. Okay, so you can write provide 4 numbers of 22 mm dia bars and 4 numbers of 28 mm dia bars. അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ ചെയ്താണ് ലാറ്ററൽ ടൈസ് അല്ലെ? ആ സെയിം IS 456 വെച്ചിട്ട് ലാറ്ററൽ ടൈസ് ചെയ്യാം. ഓക്കെ, സോ IS 456 ക്ലോസ് 26.5.3.2 വെച്ചിട്ട് ലാറ്ററൽ ടൈസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? ഡയമീറ്റർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1/4 ഓഫ് ഡയ ഓർ 6 mm, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡയമീറ്ററിൽ ഏറ്റവും വലിയ ഡയമീറ്റർ ഏതാണോ അതിന്റെ 1/4 വേണം എടുക്കാൻ. ഓക്കെ, അതാണ് നമ്മൾ ലാറ്ററൽ ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 1/4 ഓഫ് ഡയ ഓർ 6 mm വിച്ച് എവർ ഇസ് ഗ്രേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ 1/4 ഓഫ് ഡയ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 ഡയ ഉണ്ട്. ഒന്ന് 22 mm ഉണ്ട്, 28 mm ഉണ്ട്. ഓക്കെ, സോ IS ക്ലോസ് പ്രകാരം ഇത് രണ്ടിലും ഏതാണോ വലുത് അത് വേണം നമുക്ക് എടുക്കാൻ. സോ ക്ലിയർലി എവിഡന്റ് ആണ് 28 ആണ് വലുത്. ഓക്കെ, വലിയ ഡയമീറ്ററിന്റെ 1/4 വേണം എടുക്കാൻ. സോ 28/4 ദാറ്റ് ഇസ് ഈക്വൽ ടു 7 mm ഓർ 6 mm. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏതാണോ വിച്ച് എവർ ഇസ് ഗ്രേറ്റർ അതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏതാ ഗ്രേറ്റർ? 7 mm എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്ററൽ ടൈസ് ഇല്ല.
Okay, 7 mm lateral ties illa, 6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 8 ആണ്. So you are providing 8 mm dia bars as lateral ties. Okay, 8 mm dia bars as lateral ties. പിന്നെ വരുന്ന പിച്ച് എങ്ങനെ എടുക്കുക? 16 times diameter of the bar അല്ലെങ്കിൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓർ 300 mm. 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്തെടുക്കാം? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഏതാ? 300 അല്ലെ? നമ്മുടെ ഡയമെൻഷൻ ഓഫ് ദ ബാർ എന്താ? 300 into 600. അതാണ് നമ്മുടെ ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, സോ നമ്മുടെ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 300 into 600 ആണ്. ഓക്കെ, അതിൽ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? 600 ആണ് ലീസ്റ്റ്. സോറി, 300 ആണ് ലീസ്റ്റ്. ഓക്കെ, സോ 300. പിന്നെ 16 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ. 16 ഇൻറ്റു ഈ ഡയമീറ്റർ ഓഫ് ദ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഡയമീറ്റർ ആണ് എടുക്കുക. അപ്പൊ നമ്മൾ 22 28 ആണ് കൊടുത്തത്. ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 22 ആണ്. സോ 16 into 22. ഓക്കെ, പിന്നെ എന്താ? 300 mm. 300 mm ആണ് മാക്സിമം. ഓക്കെ, അപ്പൊ ഇതിൽ മൂന്നില് ഏതെങ്കിലും ഒരു വാല്യൂ വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, സോ 300 300 16 into 22 350 mm. അതൊരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. We can take only 300 mm. So pitch is 300 mm. So are you getting my point? കിട്ടിയോ? അതാണ് കുറച്ച് സ്പീഡിൽ പോയത്. പിച്ച് എന്ന് പറയുമ്പോൾ 3 കണ്ടീഷനാണ് നമുക്കൊന്ന്. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനും 16 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാറും 300 mm. അപ്പോൾ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 300 ആണ്. പിന്നെ 16 ടൈംസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു നമ്മൾ പ്രൊവൈഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ചെറിയ ഡയമീറ്റർ. ഓക്കെ, ഇപ്പോൾ 22 കൊടുത്തു, 22 കൊടുത്തു. അതിൽ ഏറ്റവും ചെറുത് 22 ആണ്. ഓക്കെ, 16 into 22. പിന്നെ വരുന്ന 300. ഓക്കെ, സോ 16 into 22 എന്നാൽ 352 ആയിപ്പോയി. അപ്പോൾ അത് ഇവിടെ തന്നെ റിജക്റ്റഡ് ആയി. പിന്നെ റിമൈനിങ് ഇസ് 300. സോ യു ക്യാൻ പ്രൊവൈഡ് ഓൺലി 300 mm. വേറെ ഓപ്ഷൻസ് നമുക്കില്ല. കറസ്പോണ്ടിംഗ്ലി പ്ലോട്ട് ദ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം മാർക്ക് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേര് ടൈപ്പ് ചെയ്യാം കേട്ടോ. Here. This is 20 dia bar. This is 20 dia bar. കൊടുത്ത 4 വെച്ചിട്ടല്ലേ കൊടുത്തത്? നമ്മൾ കോർണേഴ്സിലൊക്കെ 28 കൊടുത്തു. ഓക്കെ, ഈ കോർണേഴ്സിൽ 1 2 3 4 4 കോർണേഴ്സിലും ഈ പ്രൊവൈഡഡ് 28 mm ഡയ ബാർസും. അതിനുശേഷം അതിന്റെ നടുക്കുള്ള ഇവിടെ നമ്മൾ 22 mm ഡയമീറ്റർ ബാർസും കൊടുത്തു. സോ ദിസ് ഇസ് 22 ആൻഡ് ദിസ് ഇസ് ഇത് രണ്ട് 22 ആണ്. ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നിടത്തൊക്കെ നമ്മൾ 22 കൊടുത്തു. കോർണേഴ്സിലൊക്കെ നമ്മൾ 28 കൊടുത്തു. ഓക്കെ ഉസ്മാനാ? ഓക്കെ. ഓക്കെ അല്ലേ? എല്ലാരും വരച്ചോ?
ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. 300, 600 പിന്നെ ലാറ്ററൽ ടൈസ് മാർക്ക് ചെയ്യണം. 81 ഡയമീറ്റർ ലാറ്ററൽ ടൈസ്. Okay, thank you.